നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസം 21 മുതൽക്ക് 27 വരെ, അതായത് ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ പേര് പറയുക. മകയിരം മകരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിര, പുണർദം മുക്കാല്, പുണർദം 1, 2, 3 പാദം. ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹസ്ഥിതി 7-ലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും. ജോലി സംബന്ധമായിട്ട് പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ അതിലൊക്കെ ചില പുരോഗതികളൊക്കെ ഉണ്ടാകും. പുതിയ കോൺട്രാക്റ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ഒപ്പുവയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് സംഭവിക്കും. അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും. ധനപരമായിട്ട് സ്വന്തം ഭാര്യയുടെ അഥവാ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തിന് വരുമാന കൂടുതൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള ആഴ്ചയാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് വഴിയുള്ള ബിസിനസ്സുകളിലുമൊക്കെ കൂടുതൽ വരുമാനമുണ്ടാകും. 25-26 തീയതികൾക്ക് ശേഷം അഥവാ ആ കാലത്ത് കുറച്ച് ചിലവുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ കൂടാൻ സാധ്യതയാണ്. നമ്മൾ കൂടുതൽ ബിസിനസ്സിലും മറ്റോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെയുള്ള കൂടുതൽ ചിന്ത വരികയും ഉറക്കക്കുറവ് ഉണ്ടാകുകയും അതുമൂലമുണ്ടാകുന്ന ഇൻഡൈജഷൻ, വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ദഹന സംബന്ധമായിട്ട് കൂടുതൽ വരികയാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ടതായിട്ടും വരാവുന്നതാണ്. കുടുംബപരമായിട്ട് ബന്ധുക്കളുടെ അഥവാ മരുമക്കൾ ഇങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളുടേത് ആയിട്ടുള്ള വിവാഹവും മറ്റും നിശ്ചയിക്കാനുള്ള സാഹചര്യമുണ്ടാവും. അഥവാ അങ്ങനെയുള്ള അതിന് വേണ്ടതായിട്ടുള്ള പ്രപ്പോസലും ആലോചനകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ്. പരിഹാരമായിട്ട് നിത്യേന വിഷ്ണു സഹസ്രനാമ ജപം വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തുക, പുഷ്പാഞ്ജലി നടത്തുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഇവർക്ക് ഉണ്ടാക്കുന്നതാണ്.